കേരളം മസാല ബോണ്ട് ഇറക്കിയതിന് ധനമന്ത്രിയെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചു. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് അതിന് ഏകദേശം 1.5 വർഷം മുമ്പ് മുതൽ ED സമ്മൻസ് അയക്കാൻ തുടങ്ങിയതാണ്. 2 പ്രാവശ്യം സമ്മൻസ് അയച്ചു കഴിഞ്ഞപ്പം പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് അത് ചലഞ്ച് ചെയ്തു കേരള ഹൈക്കോടതിയിൽ. തനിക്ക് ഈ മസാല ബോണ്ട് അന്ന് ധനമന്ത്രിയായിരുന്നപ്പം അതിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ ആ മസാല ബോണ്ടിൻ്റെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് ഉണ്ട്, അതിലെ വൈസ് ചെയർമാനായിരുന്നു താനെന്ന്. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനാണ് ധനമന്ത്രി. പക്ഷേ 17 പേര് ഡയറക്ടർ ബോർഡ് അംഗമായ കിഫ്ബിയിലെ അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കൂട്ടായ ഉത്തരവാദിത്തമാണ് അവിടെ. തനിക്ക് മാത്രം ഒരു ED നോട്ടീസ് അയച്ചത് ശരിയായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം 17 പേര് ഡയറക്ടർ ബോർഡ് അംഗമായതിനകത്ത് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിൻ്റെ വൈസ് ചെയർമാനാണ് ധനകാര്യമന്ത്രി. താൻ ധനമന്ത്രി ആയിരുന്നുകൊണ്ടാണ് ധനമന്ത്രിയുടെ ഭാഗം ഒരു വൈസ് ചെയർമാൻ്റെ റോളാണ്. മറ്റൊന്ന് കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ധനമന്ത്രി ആയതുകൊണ്ട് ഇത് രണ്ടും താൻ സ്വയം അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ധനമന്ത്രി ആയിരിക്കുമ്പം വന്നു ചേരുന്ന പദവികളാണ്. താൻ ഇപ്പോൾ ധനമന്ത്രിയല്ല, ധനകാര്യമന്ത്രിയല്ല. ഇതേപ്പറ്റി കിഫ്ബിയെപ്പറ്റി യാതൊരു വിവരവും തനിക്കറിയില്ല, തന്നെ വിട്ട് അവരെ അറിയിക്കേണ്ട ആവശ്യവുമില്ല. അപ്പം തൻ്റെ ഉത്തരവാദിത്വം അന്ന് കിഫ്ബിയിൽ നിന്ന് പണമെടുത്തപ്പം അത് അതിൻ്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ മാത്രം ആക്ട് ചെയ്തോളൂ. കൂട്ടായ ഉത്തരവാദിത്വമാണ് ആ ഡയറക്ടർ ബോർഡിന്. അതുകൊണ്ട് തനിക്കിതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയില്ല. ഹൈക്കോടതിയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന് നോട്ടീസ് വന്നപ്പം അത് ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതി കൊടുത്ത അദ്ദേഹത്തിൻ്റെ റിട്ടിൽ ചില കാര്യങ്ങൾ ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കാരണം ED ഇപ്പോൾ അയച്ച കിഫ്ബിയുടെ ആ ഇഷ്യൂ അതിനൊരു പരാതിക്കാരനില്ല. അന്വേഷണമോ ചുറ്റിത്തിരിയുന്ന ഒരു അന്വേഷണത്തിൽ ഒരു പരാതിക്കാരനുണ്ടാക്കാൻ ധനമന്ത്രിയെ വിളിച്ചിട്ട് ശ്രമിക്കരുത്. പരാതി സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വേദിയായി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യരുത്. ഇതാണ് ഹൈക്കോടതിയെ നിരീക്ഷിച്ചത്. അതുകൊണ്ട് ED മിണ്ടാതിരുന്നു. ഇപ്പം ജനുവരി 12 ഹാജരാണോ എന്ന് പറഞ്ഞ് ഹൈക്കോടതി ആ മാറ്റർ ഡിസ്പോസ് ചെയ്തു. ഇപ്പം ഹൈക്കോടതി പെൻഡിങ് ഇല്ല. ഇപ്പം ജനുവരി 12 ഹാജരാണോ എന്ന് പറഞ്ഞു വീണ്ടും നോട്ടീസ്. അദ്ദേഹം അത് അവോയ്ഡ് ചെയ്തു, അതനുസരിച്ചില്ല. രണ്ടാമത്തെ നോട്ടീസിന് ഒരു മറുപടി എഴുതി കൊടുത്തു. തനിക്ക് ഇതിൻ്റെ അകത്ത് റോളുകളൊന്നുമില്ല, കിഫ്ബിയുടെ വിവരങ്ങളൊന്നും തൻ്റെ കയ്യിലില്ല, താനിപ്പം ധനകാര്യമന്ത്രിയല്ല, സർക്കാരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് തീർന്നു. പക്ഷേ എന്താണ് ഈ മസാല ബോണ്ട്? മസാല ബോണ്ട് കേരളം ഇറക്കാൻ കാരണം ഇവിടുത്തെ സാമ്പത്തിക ഞെരുക്കം തന്നെ. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വേൾഡ് ബാങ്കിൻ്റെ കീഴിലുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ കീഴിൽ ഡോളറിലാണ് മിക്കവാറുമുള്ള ലോണുകൾ ബോണ്ടൊക്കെ ഇറക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് ബോണ്ട് ഇറക്കാം, ഡോളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ബോണ്ട് വാങ്ങുന്നവരെല്ലാം അവർക്ക് 7.5% പലിശ ഇന്ത്യൻ റുപ്പി ആണ് ആവശ്യം, ഇന്ത്യൻ റുപ്പി നമുക്ക് തരികയും ചെയ്യണം. അപ്പോൾ വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പിക്ക് ആവശ്യക്കാർ വന്നു കഴിഞ്ഞു. വിദേശത്തെ പല ഫൈനാൻസേഴ്സും അവർ ബോണ്ട് വാങ്ങിക്കും, 7.5% പലിശ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് കേരളം ഇറക്കിയ മസാല ബോണ്ട്, കാരണം റുപ്പിയിലായതുകൊണ്ട് ഇന്ത്യയുടെ കറി മസാല വേൾഡ് മുഴുവൻ ഫേമസ് ആണ്, അതുകൊണ്ടാണ് ആ പേരിട്ടത്. എന്നാൽ 2014 ഈ മസാല ബോണ്ടിന് മുമ്പ്
മഹാരാജ ബോണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇന്ത്യയിലെ നമുക്കറിയാം, ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ ഒരു മഹാരാജയുടെ പടം നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ ബോണ്ടുകൾക്ക് ഇന്ത്യൻ റുപ്പിയായിട്ട് ക്യാഷ് സമ്പാദിക്കാനും അതിനുള്ള പലിശ ഇന്ത്യൻ റുപ്പി കൊടുക്കാനും അതിനാണ് ഒരു മഹാരാജ ബോണ്ട് തുടങ്ങി വെച്ച് 2014. 2015 മസാല ബോണ്ടിൻ്റെ ആവിർഭാവം. മസാല ബോണ്ട് എൻ്റെ പേര് വരാൻ കാരണം ഇന്ത്യൻ മസാല ലോകം മുഴുവൻ അറിയുന്നതുകൊണ്ട് ആ ബോണ്ടിന് പ്രത്യേക പേര് ഇടേണ്ട ആവശ്യമില്ല. മസാല പെട്ടെന്ന് മനസ്സിലാവും. അത് മസാല ഇന്ത്യൻ ഒറിജിനാണ്. അത് ഇന്ത്യൻ റുപ്പിയുടെ ബോണ്ടാണ്. നമുക്ക് ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച് ഇന്ത്യൻ റുപ്പിയിലെ ഈ മസാല ബോണ്ട് 1000 കോടി രൂപയുടെയാണ് നമ്മൾ ആദ്യം എടുത്തത്. വീണ്ടും 2150 കോടി രൂപയുടെ എടുത്തു. അത് സിംഗപ്പൂർ ബേസ്ഡാണ്. ഈ ബോണ്ടുകൾ സിംഗപ്പൂർ ബേസും അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിറ്റു, പിന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിറ്റു. അവിടെ നിന്നൊക്കെ പലരും ഈ ബോണ്ട് വാങ്ങിച്ച് അതിൻ്റെ ഇന്ത്യൻ റുപ്പി തന്നെ കൊടുക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റും ഇന്ത്യൻ റുപ്പി തന്നെ കിട്ടും. അപ്പോൾ 2015 ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFSC ആണ് ഈ ബോണ്ടുകൾ ഇറക്കിയത്. പക്ഷേ വലിയ ബാധ്യത നമ്മൾ അതിനകത്ത് വരുത്തി വെച്ചു. ആ ബോണ്ട് ഇറക്കിയ കാര്യം കിഫ്ബിയുടെ ആവശ്യത്തിനാണ്, പക്ഷേ വഴിമാറ്റി ചെലവാക്കി എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അത് കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഈ മസാല ബോണ്ടിൽ കേരളം വാങ്ങിയ പണം എത്ര കോടി രൂപയുണ്ടോ, ആദ്യം 1000 കോടിയും, രണ്ടാമത് 2150 കോടി, മൂന്നാമത് എത്രയെന്ന് അറിയില്ല, എങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ലഭിച്ച പണം വഴിവിട്ട് ചിലവാക്കി ഗവൺമെൻറ്. ഇത് കുറ്റകരം തന്നെയാണ്. അതിനാണ് ED ഇപ്പം തോമസ് ഐസക്കിനെ വിളിക്കുന്നത്. അദ്ദേഹം പോയില്ല. അദ്ദേഹം ഇപ്പോൾ EDയുടെ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നെഴുതി. അതിനൊരു ഡയറക്ടർ ബോർഡിലുള്ളവരെ വിളിക്കണം, ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നവരെ വിളിക്കണം. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം സ്വയം ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. തന്നെ ബലിയാടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാവും അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചത്. നിയമപരമായി നോക്കുമ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞത് തനിക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇപ്പം ഏകദേശം താൻ മന്ത്രിയായിരുന്നതിന് ശേഷം 2.5 വർഷം 3 വർഷത്തോളമായി താനിപ്പം വെളിയിൽ നിൽക്കുന്നു. അതിൻ്റെ ഒരു വിവരമൊന്നും തനിക്ക് അറിയില്ല. ആരാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതേപ്പറ്റി എന്ത് കാര്യം ചോദിച്ചാലും തനിക്ക് അതിനുള്ള റെക്കോർഡുകളൊന്നും കൈവശമില്ല. അതിൻ്റെ ഡയറക്ടർ ബോർഡ് ഇപ്പോഴത്തെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴത്തെ ധനമന്ത്രിയായിരിക്കും അതിൻ്റെ വൈസ് ചെയർമാൻ. അതുകൊണ്ട് അവരോട് ചോദിക്കണം, എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. മറ്റൊരു കാര്യം, ED ഇപ്പം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരു പരാതിക്കാരനുണ്ടോ, ഒരു പരാതിക്കാരനെ അന്വേഷിച്ചാണ് തോമസ് ഐസക്കിനെ വിളിക്കുന്നെങ്കിൽ അത് പറ്റില്ല. നിങ്ങൾ അങ്ങനെ അന്വേഷണം, ഒരു ചുറ്റിത്തിരിഞ്ഞൊരു അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒരു പരാതിക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺക്രീറ്റായ ഒരു എവിഡൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും വെട്ടിപ്പുകളുണ്ട്, വഴിമാറ്റി ചെന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ച് ഇദ്ദേഹത്തിന് ഒരു പരാതിക്കാരനാക്കാൻ, ഒരു പരാതിക്കാരനെ ഉണ്ടാക്കാൻ, ഒരു പരാതിക്കാരനെ കണ്ടെത്താൻ ED ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ആ റിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് വരുന്നത്. വരും ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പ്രതികരണം, അദ്ദേഹം ഇനി കോടതിയിൽ പോകുമോ, അത് EDക്ക് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിലോട്ട് പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ EDക്കെതിരായിട്ട് നീങ്ങാനുള്ള സാധ്യതയും ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ മസാല ബോണ്ട് ഇറക്കിയ പോലെ തന്നെ ചൈനക്കാരും ബോണ്ട് ഇറക്കിയിട്ടുണ്ട്. ഡിംസ ബോണ്ട് എന്നാണ് അതിന് പറയുന്നത്. ജപ്പാൻകാർ ഇതുപോലെ ബോണ്ട് ഇറക്കിയിട്ടുണ്ട്. അത് ജാപ്പാനീസ് യെൻ മുഖേനയാണ് അവർക്ക് അതിൻ്റെ ബോണ്ടിൻ്റെ പണം കിട്ടുന്നത്, ഡോളറല്ല. ചൈനീസുകാരും അവരുടെ കറൻസി വെച്ചിട്ടാണ് ഈ ഡിംസ ബോണ്ട് ഇറക്കിയിരിക്കുന്നത്. ജപ്പാൻ ഇറക്കിയിരിക്കുന്നത് സമുറായി, നമുക്കറിയാം ജപ്പാൻ്റെ അവിടുത്തെ സമുറായിയുടെ ഗുസ്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമുറായിയുടെ പേര് ജപ്പാനിലും വേൾഡ് മുഴുവൻ
അംഗീകരിച്ച അല്ലെങ്കിൽ മേലുമാറി അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ മസാല ബോണ്ട് ഇട്ടപ്പം ജപ്പാൻകാർ സമുറായി ബോണ്ട് ഇറക്കി അവരുടെ അവിടുത്തെ കറൻസി അനുസരിച്ചുള്ള അവർക്ക് ആ ബോണ്ട് ഇറക്കി അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും അവിടുത്തെ കറൻസി അനുസരിച്ചാണ്. അപ്പം കേരളം ഇറക്കിയ പോലെ സമാനമായ ബോണ്ടുകൾ ചൈനയും ജപ്പാനും ഒക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് ആണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതേപ്പറ്റി അറിയാൻ കഴിയും. അതിനകത്ത് ഗവൺമെൻറ് സ്റ്റാൻഡ് എന്താണ്, എൻ്റെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് എന്ത്, അതുപോലെ തോമസ് ഐസക്കിൻ്റെ അടുത്ത നീക്കമെന്ത്, അദ്ദേഹം ഒരു കോട്ട ലക്ഷ്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.